ഞണ്ട് ഈ വെയില് കൊണ്ട് താൻ 2 ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല. ബാക്കിയുള്ളവരെങ്ങാനും ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ വിട്ടാൻ പോകുന്ന എനിക്കറിയാവോ? എന്ത് പറഞ്ഞാലും തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? എന്തെന്ന് മനസ്സിലായി? ഇടോ കൊട എനിക്കൂടെ പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ. എടാ വാറുണ്ണി, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ഇതെന്താ പാവാടാ? ഒറ്റ അലക്കുന്നുണ്ടല്ലോ നിന്റെ മോന്ത തിരിഞ്ഞു പോവും. 4 ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക. നീയൊക്കെ ഈ കിഴക്കമ്പാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറി തച്ച്. ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും അല്ലേ? ഇവിടെ ഒരു വഴക്കുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ നിൽക്കണോ നായരെ? കാശുണ്ടോ കയ്യില്? ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ. വാറിന് എന്തോ ആ കത്തിരിട്ട് അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു ഇളവക്കം? തനിക്കൊരു പുത്ത ആർഡറുമായിട്ടാണ് മുതലാളി വന്നിരിക്കുന്നത്, അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എന്താ? എടോ നായരെ, ഇടപാടിൽ കൃത്യനിഷ്ഠയില്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലക്കൊരു ചവിട്ട്. അതാ എന്റെ ലൈ. താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ, എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ? ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളെ? ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്? ഇതേ താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. ഞെട്ടിയല്ലേ? എന്റെ രപ്പി വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മച്ചിയാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ടം. വിശ്വാസമില്ലേ? താൻ ഒരു കാര്യം ചെയ്യും, പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് അയച്ചു. വേണമെങ്കിൽ 5-10 കേറി പോടേ. പൂച്ചയ്ക്ക് എന്തൊരു വേണമെങ്കിൽ 5-10 കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യമേ പറയേണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്തവർ അയലത്തുള്ളവന്മാര്. ചെല്ലി ചെല്ലി. കമ്മല് നന്നായിരിക്കും. അതെ, നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. ആദ്യമായിട്ട് ആളിന് ബഹളം ഉടക്കായിരുന്നു കാണുന്നത്. തീരട്ട് ഞാനേതായാലും ഓടാൻ റെഡിയായി പറയാടാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടതാ. എന്തുകൊണ്ട്? ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. പൊങ്ങി അകത്ത് പോടേ. എന്ത്? ലങ്കേശന്റെ സാമ്രാജ്യത്തിൽ എന്താണ് ഒരു അപശബ്ദം? നമ്മുടെ പടന്മാര് ഏവനെ ഒരുത്തനെ പിടിച്ചിട്ടിക്കൊണ്ട് വരണം.
ഈ രാമചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാര്. ആ രാമപുരങ്കന്റെ ദൂതപുരങ്കനാണോ നീ? മറ്റേ കാര്യം മറന്നുപോലെ. ചുമ്മാവിടല്ല ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകി ബോറനെ. ചുമ്മാവിടല്ല ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകി ബോറനെ. മാനിഷാദ മാനിഷാദ അരുതരുതു കൊല്ലരുതു ദൂതനെ. രാജ നിയമത്തിനത് കൊടും പാപമല്ലേ. അരുതരുത് കൊല്ലരുത് ദൂതനെ. രാജ നിയമത്തിനത് കൊടും പാപമല്ലേ. വിഭീഷണ തിരുവായിക്കെതിരുവായില്ല. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇവന്റെ കഴുത്തെരിയട്ടെ. ഇവന്റെ കഴുത്തഴിയട്ടെ. ഒന്ന് തടക്കാൻ പറഞ്ഞേ. നീ ചൂടാവണ്ട. അനുമാനം ഞാൻ കൊന്ന് കഥ വായിച്ചു പറയടാ, അരുതൊന്ന് പറയടാ പുല്ലേ. തന്റെ ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ബാലയെ കളിച്ച് നടക്കാനല്ല, അസുഖം ചികിത്സിച്ച് വേറെമാക്കാനാണ് തനിക്ക് ലീവ് തന്നത്. അല്ല സാർ, ലീവ് മാറിയപ്പോ അസുഖം മാറിയപ്പോ ലീവ് ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട്. ഇനി ഒന്നും പറയണ്ട. യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, പറഞ്ഞു കേട്ടില്ലേ? തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നൗ ഗെറ്റ് ഔട്ട്. കാരണക്കുറ്റി നോക്കി ഒരു പെട ഞാൻ വെച്ച് തരും. കാര്യവിവരമുള്ള ഒരുത്തരെങ്കിലും ഇരിക്കണമെന്ന് കരുതിയാ തന്നെ ഞാൻ അകത്ത് കയറ്റിയത്. ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയത് താൻ ഒറ്റ ഒരുത്തനാ. ഇനി ഒരു നിമിഷം കൂടെ നിൽക്കരുത്, കടക്കപ്പുറത്ത്. അങ്ങനെ പറയരുത് സാർ. എന്നെ ബാങ്കിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ടാ. ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ടാ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ. ഒരു മാർഗമില്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ. അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഇവനെ ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത്. ഇവനെ രോഹിന്റെ പിന്നാലെ മണത്ത് നടക്കുക. കള്ള ഞാനും കണ്ടിട്ടുണ്ട്. എടോ പറ്റേ മര്യാദയ്ക്ക് പറഞ്ഞ് ഇറങ്ങി പോവാൻ. ബാക്കിയുള്ളവരെ കഞ്ഞിക്കൂടെ പാറ്റ ഇടാ, ഇറങ്ങി പോവാൻ. ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക കഴിയും. അതെനിക്ക് കഴിയില്ലേ? അത് ഞാൻ അതെ. ഒറ്റ ഒറ്റ കണ്ണോടെ കണ്ണാസുത്തി പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാൻ ഒരു ലൈനിൽ സുരേഷ് മെന്നെ വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. താൻ പേടിക്കണ്ടോ മാപ്പിളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ നക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ല. പുല്ലാണ് കൊടുത്തിട്ട് അവസാനം ബില്ല് ഇങ്ങോട്ട് തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയിലാ കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വാനരപ്പഴാ. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ, ഇതിലൊരു കള്ളത്തരില്ലാട്ടോ. ബില്ലെന്തേ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്ക് അയക്കുക. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലാളിയുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലേ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ. സാറേ, ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞേ? അല്ല, ഈ കാശ് ഉടനെ ശരിയാക്കാം. ആ
ഹലോ 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 ഇവിടല്ലേ കീരിക്കാടന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ് ഇന്ന് ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി. ഗാന്ധികാളി പേപ്പറുകാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിന് രോഹിണിയെ പേപ്പറുകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ എത്ര പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോൻ എന്ന് കേട്ടിട്ടുണ്ടാ? ഉം. ആര്? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് ഓട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്താ? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്കുമായിട്ട് യവനൊരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്ത്. പെണ്ണിപ്പ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. ആ എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ ബുക്ക് ചെയ്യാൻ തന്നെയാ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? ഉം. വല്ല ഉത്സവ പറമ്പിലും ബാലെ കാണാൻ. ആയിരിക്കും. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലോ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ ഇറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെ പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുവോ? അത് വരുമില്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ കുഞ്ഞിക്കാവൂ? അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ശങ്കരനാരായണൻ നമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ഛ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. എന്താണോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. ഉണ്ണികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോലോത്തിന്റെ ശാപം തീരാതെ തുടരുകയാണ്. വല്യച്ഛനെ അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പുത്തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം എല്ലാം നമുക്കറിയാം. കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ ചുടലയക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റ് തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒഴിച്ചേറിയ അതാ സൗകര്യം.
വല്യച്ഛനേട്ടാ, അത് ശരി, ഇവിടെ കള്ളുകൂടിയായിരുന്നല്ലേ? ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളുടിക്കേ, ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയുമ്പോ ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ച പിതൃക്കൾക്ക് മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയുമ്പായാലും ശരി, ദേ കാവിലെ അമ്മാവിന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കണോ? ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര, ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലേട്ടോ. എനിക്ക് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശ് കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ കരുതിയ. ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല, തോൽക്കുകയും ചെയ്യും. ആ, ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നിർത്ത. അനുഗ്രഹം വാങ്ങിക്കുക. എന്താ അകന്ന് നിൽക്കണേ? അടുത്ത് വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ? ഇനി അടുത്ത ആഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നുവെന്ന്. ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിക്ക. അങ്ങോട്ട് മാറി നിൽക്കുക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. നാം ആരോടൊന്ന് മനസ്സിലായോ? കാലിന്റെ മുടന്ത് കണ്ടില്ലേ? ഇത് ചെറിയച്ഛനാ. എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ എഫൻ വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കുടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പക തീർക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനെയും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛനോടൊപ്പം ആരാ സംഹരിക്കപ്പെടണേ? മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അമ്മ അല്ല, വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്നെ വിട്ടിരിക്കണു. കരിക്ക് കൊണ്ടുവരിക. എനിക്ക് പോകാൻ സമയമായി. എടാ, നിന്റെ ദേഹത്ത് ചെറിയച്ചൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലമൊത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കണു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. അനുഗ്രഹം എന്നും പറഞ്ഞ അടിച്ചളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കണില്ലോട്ടോ. അത് ഞാനാ, വല്യച്ഛനല്ലേ? ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ? കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ. അത് ഞാൻ നോക്കി പറഞ്ഞുതരാലോ. നമ്മുടെ അടിച്ചെളിക്കാരി മീനാക്ഷിയാ. യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല. ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്. നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം. മനഃശക്തി വേണടാ, മനഃശക്തി. ഓ, മനഃശക്തി സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആനാന്ന് പറഞ്ഞോ? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. മീനാക്ഷി, മീനാക്ഷി, ഒന്ന് പൊങ്ങു മീനാക്ഷി. എനിക്ക് പ്രഷറുള്ളതാ. ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങു മീനാക്ഷി. നീ ഏതാ? എന്നെ അറിയില്ലേ? ഞാനിവിടുത്തെ ദാസിപ്പെണ്ണ. ദാസിപ്പെണ്ണോ? ആ, അപ്പൊ മീനാക്ഷിയല്ലേ അവിടെ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ. അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാന് വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാലേ. എങ്കിൽ അതെന്റെ ഭാഗ്യ. ദേ, സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്. ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം. ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞാ, ഓർമ്മ കാണില്ല. എല്ലാവരും കൂടി
ഒരിക്കൽ എന്നെ ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്തു പറ്റി എന്റെ രാമന്? അയ്യോ കൃഷ്ണ, എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. ഞാൻ കുളി കഴിഞ്ഞ് നേരത്തെ പോയി. പക്ഷെ അമ്മാവൻ കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുർബല നിമിഷത്തിലെ ബ്രഹ്മചര്യം വല്ലതും. ചതിച്ചോ ഭഗവതി? ഭഗവാനെ, ഇത്രയും കാലം ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചിരിക്കണു. ആവാഹിച്ച് ബന്ധനസ്ഥയാക്കിയ ദുരാത്മാവ് എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കണു. വരുന്ന വഴിക്ക് നോമുള്ള സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കണു. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇവിടെ ആരെങ്കിലും ബ്രഹ്മചര്യം ലംഘിച്ചോ? പ്രധാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്തിയോ? കണ്ടില്ലേ, ജപിച്ചു കെട്ടി ഏലസ് പോലും നഷ്ടപ്പെടുത്തിയിരിക്കണു. കൈങ്കട് നീട്ടുക. ജീവൻ തിരിച്ചു കിട്ടിയത് ഏതോ മഹാഭാഗ്യമെന്ന് കരുതിയാ മതി. ഈ കുടുംബത്തിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ മേപ്പാടിനെ പറ്റൂ. തമ്പുരാട്ടിക്കറിയില്ലേ, അവളത്ര നിസ്സാരക്കാരിയല്ല. ഗർഭിണിയായിരിക്കുമ്പോ ജീവനോടെ വെന്തരിഞ്ഞവളാ. ലോകത്തൊരു മാന്ത്രികനും പെട്ടെന്ന് അവളെ ആവാഹിക്കാൻ പറ്റില്ല. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ഹോമങ്ങളും ചെയ്ത് കരുത്താർജിച്ചാണ് അന്ന് അവളെ നാം ആവാഹനം ചെയ്തത്. വീണ്ടും ആ കരുത്ത് നേടേണ്ടിയിരിക്കണോ? ഇല്ലെങ്കിൽ നമ്മെപ്പോലും അവൾ അപകടപ്പെടുത്തിയിരിക്കും. തൽക്കാലം എല്ലാവരും കരുതിയിരിക്കുക. ജപിച്ചു കെട്ടിയ ഏലസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. കടുത്ത ബ്രഹ്മചര്യവും കർമ്മങ്ങളും കർശനമായി പാലിക്കുക. പരസ്ത്രീകളുടെ സാമീപ്യം ബ്രഹ്മചര്യ ലംഘനാവോ? എന്താ സ്ത്രീ സാമീപ്യം വേണമെന്ന് കൃഷ്ണൻ തമ്പുരാൻ വല്ല മോഹം ഉദിച്ചോ? ഏയ്, അങ്ങനൊന്നുമില്ല. അറിഞ്ഞിരിക്കാം. ഈ തറവാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികളായ 3 ആന്തരികളും കർശനമായി ബ്രഹ്മചര്യം പാലിച്ചേ പറ്റൂ. എന്നെ നോട്ടിട്ടിരിക്കണേ. വല്ല ദാസ്യപ്പെണ്ണിന്റെ രൂപത്തിലും ഇനിയും അവള് വന്നാലോ? എന്നെ രക്ഷിക്കണം. പേടിക്കണ്ട. അതിനാണ് മന്ത്രം ജപിച്ച് നാം ഏലസ് തന്നിരിക്കുന്നത്. അവൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടുകയോ വേണ്ടി വന്നാൽ സ്പർശിക്കുകയോ ചെയ്തോട്ടെ. പക്ഷെ ഏലസ് ഉള്ളിടത്തോളം കാലം നിങ്ങളെ ദുർമരണത്തിലേക്ക് നയിക്കുവാൻ അവളെ കൊണ്ടാവില്ല. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അപകടം ഒന്നും സംഭവിക്കില്ല. എനിക്ക് ഇത് ഞങ്ങളുടെ മുത്തശ്ശി ആവേശാനന്ദ. ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ, ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് 6 മക്കളായിരുന്നു. 3 ആണും 3 പെണ്ണും. പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു. എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങയെപ്പോലെ ശുദ്ധ ബ്രഹ്മചാരിയാ. താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ? സ്വാമി മൗനവ്രതത്തില. ഈശ്വര, അത്ര ജ്ഞാനിയാ. അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ല സ്വാമി. അവിടുന്ന് ഓ, മനസ്സിലായി മനസ്സിലായി. എന്താ? അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്, ഇവിടത്തെ പുരുഷന്മാർക്ക് മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനായിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോണ്ട് ചിരിച്ചതാണ്. എന്നാലേ എനിക്ക് മനസ്സിലായി. സ്വാമികൾ പറഞ്ഞത് അമ്മാവന് വ്രതശുദ്ധിയില്ല, മനസ്സിൽ കളങ്കമുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല, അല്ലേ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? അയ്യോ മുത്തശ്ശി.
സ്വാമി ചെയ്യിക്കാം. എന്താ എന്താ അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്, സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ, ഇവൻ വെറുതെ ഓരോന്ന് പറയാ. അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമയുടെ ഭാഷ നിനക്ക് അങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച TV കാണാറില്ലേ, അത് കണ്ട് പഠിച്ചതാ. തർക്കമൊന്നും വേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ. മുത്തശ്ശി പറയട്ടെ. രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കാൻ നിക്കണ്ട. ഏലസ എന്റെ കയ്യില്. എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ? രാമായണം വായിക്കണമെന്ന് നിനക്ക് സൂഹിക്കണില്ല. മുത്തശ്ശി ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ. പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ലെന്നാ നിന്റെ വിചാരല്ലേ? അയ്യേ, ഇത് ഞാനാണ് അമ്മാവ. ഒറ്റടി നേരണ്ടല്ലോ. ഇങ്ങതാ പോ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്കിതുകൊണ്ടൊരാവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ. കിഷ്കിന്ധാകാന്ഡം ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ? മുത്തശ്ശി ഇത് ഞാനാ. കുട്ടികളെ മാറിട്ടില്ല നിനക്ക്. മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവൻ ഇരുന്ന് വായിക്ക. ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ? എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണമെന്ന്? ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് അറിയോ നിനക്ക്? എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ കുട്ടി ആഹാരം കഴിച്ച് കിടന്നോളൂ, സമയം ഏറെയായി. അത് ശരിയാ. ചെന്നിരുന്ന് വായിക്കടാ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുന്നില്ലെന്നാണ്